ഹായ് ഹലോ, ഇന്ന് ഞാനൊരു ഫേവറേറ്റ് ഹെയർ പാക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്പരത്തിയുടെ ഇല, പൂവ്, മുട്ട, അതുപോലെ തുളസിയുടെ ഇല, അരിവേപ്പ് ഇവയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പൂവ് നമ്മൾ ചെമ്പരത്തിയുടെ ഇല എടുക്കുന്നതോടൊപ്പം എത്രത്തോളം പൂവ് കിട്ടണോ അത്ര എടുക്കുന്നത് ഹെയറിന് നല്ലതാട്ടോ. അതിനുശേഷം ഞാൻ പാക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ കട്ടിക്കാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എനിക്ക് അതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് നല്ല മുടി കൊഴിച്ചിൽ, അതായത് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. എനിക്ക് പ്രഗ്നൻസി ടൈമിലൊന്നും അങ്ങനെ മുടി കൊഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ അതേ ഹെയറിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ പലപ്പോഴായിട്ട് താളിയൊക്കെ തേക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ മസാജ് ചെയ്യൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെയറിൽ അത് സെറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഫീലിംഗ് കേട്ടോ, നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഒരു 50 മിനിറ്റ്സ് ആട്ടോ ഞാൻ തലയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണേ. അതിനുശേഷം ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട്. ഒരു മന്ത്ലി 2 ടൈംസ് ഒക്കെ ഞാൻ അത് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.